ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ റമദാൻ നമുക്കിവിടെ 7 ആയിട്ടോ. നിങ്ങൾക്കൊക്കെ എത്രയായി? എല്ലാവരുടെയും റമദാൻ എങ്ങനെ പോകുന്നു? അൽഹംദുലില്ലാ, നമ്മളിത് നല്ല രീതിയിലും പോകുന്നുണ്ട്. അപ്പം ഇന്ന് ഞാനിവിടെ ഉന്നക്കായിട്ട് ഉണ്ടാക്കുന്നത്. ഉന്നക്കായും പിന്നെ ടോട്ടില റാപ്പാണ് ഉണ്ടാക്കിയത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ റമദാൻ്റെ ഉന്നക്കായ ഉണ്ടാക്കുന്നത്, ഇപ്രാവശ്യത്തെ നോമ്പിന് കേട്ടോ. കാരണം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കി, പക്ഷേ എനിക്കത് ഫ്ലോപ്പായി. കാരണം ഇവിടുത്തെ എല്ലാ പഴം എനിക്ക് നാട്ടിലെ പോലെ കറക്റ്റ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനൊരു പ്രാവശ്യം വാങ്ങിയപ്പോൾ നല്ല ഹാർഡായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ടത് കളഞ്ഞു, കാരണം ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ നോമ്പിന് നോമ്പ് കഞ്ഞി മസ്റ്റാണ് കേട്ടോ. ഹസ്ബൻഡിന് ഭയങ്കര നിർബന്ധമാണ് നോമ്പ് കഞ്ഞി വേണമെന്നുള്ളത്. അപ്പം ഞാൻ എന്നിട്ട് കുറച്ച് നോമ്പ് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജീരകശാല റൈസില്ലേ, അത് വെച്ചിട്ട് നോമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ടായി. പിന്നെ ഉന്നക്കായ കുറച്ചധികം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഇന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടും ബാക്കി ഞാനത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊരു ബോക്സിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് പൊരിക്കാമല്ലോ. നമ്മൾ ഓരോ ലെയറും ഫോയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം നമുക്കത് നെക്സ്റ്റ് ടൈം പൊരിക്കുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പം പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഓരോ ലെയറിലും ഞാൻ മേലായിട്ട് ഫോയിൽ വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് 1 മാസം വരെ യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പം കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്യണം. പിന്നെ ടോട്ടില റാപ്പ് ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ്, അപ്പം പണി എളുപ്പമായി. ഇനിയിപ്പോൾ അതിൻ്റെ മസാലയും കൂടി റെഡിയാക്കിയിട്ട് അതൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പം എളുപ്പമാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതുകൊണ്ട് ഇപ്പം അത്ര ബുദ്ധിമുട്ടില്ല അല്ലേ. റമദാന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് തന്നെ കിട്ടുന്നുണ്ടല്ലോ. അപ്പം അൽഹംദുലില്ലാ, അതുകൊണ്ട് ഇപ്പം നല്ല രീതിയിൽ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ റമദാൻ മാസം വെയിറ്റ് കുറയുന്ന ഒരു മാസമാണ് നോർമലി നമ്മൾ ആ ഒരു രീതിയിൽ കഴിക്കുകയാണെങ്കിൽ. പക്ഷേ ഞങ്ങൾ കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് കൂടുന്ന ഒരു മാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം കഴിക്കുകയോ അങ്ങനെ ഇല്ലയോ ഒന്നൊന്നുമില്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കും. ഫുള്ളും ഓയിലി ആയിട്ടുള്ളതാണ്, ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ്. പിന്നെ ജ്യൂസ് തന്നെ 2 തരം ഉണ്ടാവും. ഷെയ്ക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടുള്ളത് വേറെ തന്നെ ഉണ്ടാവും. അപ്പം ഒരുപാടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി കഴിച്ച് ഡെയിലി തന്നെ കഴിച്ച് 30 ദിവസത്തെ 30 നോമ്പും നമ്മളെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് കൂടുകയാണ് ചെയ്യുക. ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നവരൊക്കെ ആകുമ്പം കുറച്ചുണ്ടാക്കി അപ്പോൾ അവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവുക. കാരണം ഒരുപാട് ആൾക്കാർ കഴിക്കാനുണ്ടാവില്ലല്ലോ. നാട്ടിലാകുമ്പോൾ ആൾക്കാരില്ലെങ്കിലോ ആരെങ്കിലും വന്നവർക്ക് കൊടുക്കാനില്ലെങ്കിലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാക്കുക. പക്ഷേ ഇത് ആരും വരികയും ചെയ്യില്ല, ഇത് വേസ്റ്റ് ആക്കാനും കഴിയില്ല. അപ്പം വീട്ടിലുള്ളവർ തന്നെ വീണ്ടും കഴിക്കും. അപ്പോൾ അതന്നെ വെയിറ്റ് കൂടാൻ വലിയൊരു കാര്യമാണ് കേട്ടോ. നോമ്പ് തുറ മാത്രമല്ല കേട്ടോ, അത്താഴം മുത്താഴം എന്ന് പറഞ്ഞിട്ട് പല ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വയറ്റിലോട്ടല്ലേ പോകേണ്ടത്. നമ്മൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നോമ്പ് തുറക്കും. നോമ്പ് തുറന്ന് സ്നാക്സും ജ്യൂസും ചായ എന്താ വെച്ചാൽ എല്ലാ ഐറ്റംസും ഫ്രൂട്ട്സ് എല്ലാം കഴിച്ച് നിറഞ്ഞിട്ടായിരിക്കും നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഒരു കിടത്തായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നിസ്കരിക്കുന്ന സമയത്ത് തറാവിൻ്റെ മുന്നായിട്ട് നോമ്പ് കഞ്ഞി കുടിക്കും. പിന്നെ ചില ആൾക്കാർ ഭക്ഷണം തന്നെ കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പോവും. പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോയി തറാവി നിസ്കരിക്കും. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഒരു ഫുഡ് അടിയാണ്. അത് കഴിഞ്ഞൊരു 12 മണിയാകുമ്പോഴേക്കും കിടക്കുക. അത് കിടന്ന് പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് അത്താഴം റെഡിയാവും. അപ്പോൾ ഫുള്ളും കഴിക്കുന്നൊരു മാസമായിട്ടാണ് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയും ഉണ്ടാക്കും. ആരും വരാനൊന്നുമില്ല, നമ്മൾ തന്നെ കഴിക്കണം. അപ്പോൾ അതെല്ലാം നോക്കി ഉള്ളത് കൊണ്ട് അങ്ങനെ കഴിച്ചിട്ടെല്ലാമാണ് നോമ്പ് ഇതാക്കുന്നത്. അപ്പോൾ ഉന്നക്കായ ഞാനിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്പൂണാണ്. ശരിക്കും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. കാരണം ദൂരെ നിന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് എനിക്ക് ഈ ഉന്നക്കായ നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊതുവെ എനിക്ക് ഇവിടുത്തെ പഴം അത്ര ശരിയാവല് കുറവാണ്. കുറേ നോക്കിയിട്ടാകുമ്പോൾ എനിക്ക് കിട്ടലില്ല. കാരണം ചില പഴങ്ങൾ ഹാർഡായിട്ടുണ്ടാവും, ചില പഴം മധുരം കുറവായിരിക്കും.
ചില പഴം പിന്നെ നല്ല പഴുത്തത് നമുക്ക് അത് ഉരുട്ടിയെടുക്കാൻ പറ്റൂല. അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള പഴമുണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ആ ഒരു മസാല പോലെ റെഡിയാക്കി എടുക്കുകയാണ്. കാരണം എനിക്ക് റാപ്പിന് ആവശ്യമായിട്ടുള്ളൊരു ചിക്കനാണിത്. മാഷാ അല്ലാ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ടോർട്ടില്ല റാപ്പ്. ഞാൻ ഇതിൻ്റെ റെസിപ്പി നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കുക. കാരണം കഴിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടേസ്റ്റ് കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ ഇത്. ഞാനിത് ബാങ്ക് കൊടുക്കുന്നൊരു 15 മിനിറ്റ് മുമ്പാണ് ഇത് റെഡിയാക്കി വെക്കുന്നത്. കാരണം ചിക്കൻ ക്രിസ്പിയോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിലാണ് ഇതൊന്ന് സെറ്റാക്കി വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം സെറ്റാക്കി എല്ലാം ഞാൻ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ബാങ്ക് വിളിക്കുന്നതിന് നോക്കിയിട്ടൊരു വെയിറ്റിംഗ് ആണ്. ഇതൊക്കെ ആക്കുന്ന സമയത്ത് ഒരു വിശപ്പുണ്ടാവില്ല, പക്ഷേ ആക്കി വെച്ച് ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വിശപ്പ് വേറെ തന്നെയാണ്. അത് വെള്ളം കുടിക്കുന്നതോടെ മാറുകയും ചെയ്യും, അത് വേറെ കാര്യം. എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബാങ്ക് വിളി കേൾക്കലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി അറ്റാക്ക് തുടങ്ങി. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.